അപ്പോൾ ഇതാണ് ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ് കേക്ക്. എങ്ങനെയുണ്ട്? ഹായ്, വെൽക്കം ടു അനദർ ക്രിസ്മസ് വ്ലോഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് ഒരാഴ്ചയും കൊണ്ട് ബാക്കിയുള്ളൂ. ഇന്നലെ ഞങ്ങളുടെ പള്ളിയിലെ കരോൾ നൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഫാദറൊക്കെ വന്നു, ഞങ്ങൾക്ക് എല്ലാം വിഷ് ചെയ്തു. അപ്പോൾ ക്രിസ്മസിന് കുറച്ച് നാളുടെ ഉള്ളല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു സ്പെഷ്യൽ കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന്. ഇത് വളരെ എളുപ്പമുള്ളൊരു കേക്കാണ്. ഇതിനകത്ത് എഗ്ഗില്ല, വേറെ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരുപാട് ഇങ്ങനെ വിസ്ക് ഇളക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കപ്പ് കേക്കാണിത്. അതായത് മഗ് കേക്ക് എന്ന് പറയും. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ കാര്യത്തിൽ പ്രധാനമാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തൊരു ചെറിയ കേക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കാമെന്ന്. കേക്കിൻ്റെ മേക്കിംഗ് ഓഫ് മഗ് കേക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന കപ്പ് കേക്ക് ഫോർമുല. ഇത് ബെറ്റി ക്രോക്കറിൻ്റെ റെഡി ടു മേക്ക് ഹോട്ട് ഫഡ്ജ് ബ്രൗണി മിക്സ് വിത്ത് ചോക്ലേറ്റ് ടോപ്പിംഗ്. ഇതിൽ 3 മിക്സ് പൗച്ചസും 3 ടോപ്പിംഗ് പൗച്ചസുമാണ് ഉള്ളത്. ഇന്ന് ഞാൻ ഇവിടെ ഒരു കവർ മിക്സും അതിന് ടോപ്പിങ്ങും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവണം, എത്ര നേരം മെനക്കെടണം അല്ലേ. ഇതാവുമ്പോൾ അതൊന്നും വേണ്ട. ഒരു ചെറിയ ഫാമിലിക്ക് ഈ ഒരു പാക്കറ്റ് ധാരാളമാണ്. പിന്നെ നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ. എന്നാൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ഫുൾ കഴിക്കാതെ വേസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ 1 ടൈം കഴിക്കാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഫാദർ അല്ലേ നമുക്ക് കേക്ക് കൊണ്ടുതരേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. നല്ല ക്യൂട്ട് കപ്പല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഇളകി വന്നില്ലെങ്കിലോ എന്നോർത്ത് ബട്ടർ തേക്കുന്നതാണ്. എന്നിട്ട് ഈ 3 കവറിൽ നിന്ന് ഒന്നെടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് ഈ കപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. വേറെ ബൗളൊന്നും വേണ്ട ഈ മിക്സ് ചെയ്യാൻ കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മുട്ടയോ ഷുഗറോ ഓയിലോ ക്രീമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. അതാണ് ഈസി കേക്ക് മേക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും വേണ്ട. പകരം നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ്. നമുക്കെന്നാൽ ഈ 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തിയായി ബീറ്റ് ചെയ്യുവോ വിസ്ക് ചെയ്യുവോ ഒന്നും വേണ്ട. ഇതിൽ കുറേ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട് കേട്ടോ. ഇനി ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 100 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെറും 1.5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. വീണ്ടും ഞെട്ടിയല്ലേ? അതെ, ഞാനും ഞെട്ടിപ്പോയി. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാ. നല്ലതുപോലെ വെന്ത് വന്നിരിക്കുന്നു. അതും കപ്പിൽ നിന്ന് വിട്ടു വന്നിട്ടുമുണ്ട്. അതാ ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണിതെന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. രണ്ട് മിനിറ്റ് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടേസ്റ്റിനൊരു കുറവുമില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ കഴിച്ചു തീർക്കും എന്നാണ് തോന്നുന്നത്. കുറച്ച് നമുക്ക് ഈ ക്രിസ്മസ് ഫാദറിനും കൊടുക്കാം അല്ലേ. പുള്ളിയല്ലേ നമുക്ക് ഇത്ര ടേസ്റ്റിയായ കേക്ക് തന്നത്. അപ്പോൾ അങ്ങോട്ടും കൊടുക്കാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ അങ്ങനെയല്ലേ, മധുരം ഷെയർ ചെയ്യണം അല്ലേ. കപ്പിൽ നിന്ന് ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടേ. പകുതി ഞാൻ കഴിച്ചത് കൊണ്ട് വലിയ ഷേപ്പൊന്നും കാണില്ല കേട്ടോ. ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാം, അല്ലെങ്കിൽ കപ്പിൽ തന്നെ വെച്ച് സ്പൂൺ വെച്ച് കഴിക്കാം. അപ്പോൾ ഇനി കേക്ക് വീട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ടും ടൈമും എടുക്കാതെ ഒരുപാട് കിച്ചൺ മെസ്സും ആകാതെ ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പി കേക്കാണ് ഈ ബെറ്റി ക്രോക്കറിൻ്റെ കേക്ക് മിക്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.